ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു റിക്വസ്റ്റ് വീഡിയോ ഉണ്ട്. ഒരാൾ നമ്മുടെ സോസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് വിട്ടുതന്നിട്ടുണ്ടായിരുന്നു. അതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഗാർലിക്കിൻ്റെ സോസാണ് കേട്ടോ. ഗാർലിക് മയോ എന്ന് പറയും. അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു എഗ്ഗ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ എഗ്ഗ് എടുക്കുമ്പോൾ നമ്മൾ അടിക്കുന്ന സോസ് നല്ല ചൂട് വരില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സോസ് കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യം മുട്ട ഒഴിച്ചിട്ട് 30 സെക്കൻഡ് ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം ആദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് വൈറ്റ് വിനീഗറാണ്, അതും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഷുഗറാണ് കേട്ടോ, അതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് വീണ്ടും 30 സെക്കൻഡ് അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ സോസ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ എഗ്ഗ് വെച്ച കാരണം. ഇനി ഞാനിതിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം എന്തൊക്കെ കുറവ് എന്നുള്ളത് നോക്കിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വിനീഗർ തന്നെയാണ്, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ ഈ ആഡ് ചെയ്തതൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ്. 30 സെക്കൻഡ് തന്നെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ 30 സെക്കൻഡിന് ശേഷം ഇതാ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സംഭവം കൂടി ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ഇപ്പോൾ ടേസ്റ്റൊക്കെ കറക്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ സോസിന്. അപ്പോൾ എല്ലാ തരം ഫ്രൈഡ് റെസിപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റും. അതുപോലെ ചിക്കൻ ഷവർമ, കുബൂസ്, പിന്നെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ, മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന ഗാർലിക് മയോയുടെ റെസിപ്പിയാണിത്. അപ്പോൾ കമൻ്റ് ഇട്ടവർക്ക് ഒരുപാട് താങ്ക് യു. എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗാർലിക്കിൻ്റെ സോസാണ്. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി കേട്ടോ. 4-5 എണ്ണം മതിയാവും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് കുറച്ച് പേര് ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ. തേങ്ങ അരച്ച കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിട്ടുന്ന ഫോട്ടോ ആണ് ഇത്. അതുപോലെ തന്നെ കൊത്തു ചപ്പാത്തിയാണ് കേട്ടോ. കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പിയും നമ്മുടെ വീഡിയോയിലുണ്ട്. അതേപോലെ ഇത് ഒനിയൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അത് ഇവിടെ സ്കോട്ട്ലാൻഡിലുള്ള ഒരു മോളാണ് കേട്ടോ. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്. അവൾ വിട്ടുവന്ന ഫോട്ടോ ആണ്. ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. ഇത് ടൊമാറ്റോ ബിരിയാണിയാണ് കേട്ടോ. ടൊമാറ്റോ ബിരിയാണിയും ചിക്കൻ 65 വിത്ത് ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കണം. പിന്നെ നമ്മൾ പണ്ടത്തെ ചായക്കടയിൽ നിന്നൊക്കെ മൈദ വെച്ചിട്ടുള്ള ഉള്ളിവട കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ആ റെസിപ്പിയാണ്. അപ്പോൾ അവർ സെൻഡ് ചെയ്ത് തന്ന ഫോട്ടോ ആണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിഞ്ഞതിലും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് അതൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കുറച്ച് പേരെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ ഇതാ മഴ സ്റ്റില്ല് പെയ്യുന്നുണ്ട്, മഞ്ഞുണ്ട്, അതേപോലെ ക്രിസ്റ്റൽ പോലെ ഐസും ഉണ്ട് കേട്ടോ.
നല്ല തണുവുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ നല്ല തണുവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.